ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു ആക്റ്റീവയുടെ എൻജിനാണ്. എൻജിൻ ചെയ്യുന്ന സമയത്ത് ടാപ്പറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടാപ്പറ്റ് എന്ന് വെച്ചാൽ വാൽവും റോക്കറാമും തമ്മിലുള്ള ഗ്യാപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനുപയോഗിച്ചാണ് ഫീലർ ഗേജ് എന്ന് പറയും. ഫീലർ ഗേജിനകത്ത് 0.5 mm ഗ്യാപ്പുള്ള ഒരു ബ്ലേഡ് പോലൊരു ഷീറ്റുണ്ട്. ആ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8-9 റിങ്ങും പിന്നെ ഈ ടാപ്പറ്റ് അഡ്ജസ്റ്റർ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്ററിൻ്റെ ഒരു കീ ഉണ്ട്, അത് ടൂളുണ്ട്, അതും വെച്ചാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വാൽവിൻ്റെയും റോക്കറാമിൻ്റെയും ഇടയ്ക്ക് വരുന്ന അഡ്ജസ്റ്റിംഗ് നട്ടിനിടയിൽ നമ്മൾ ആ ഫീലർ ഗേജിൻ്റെ 0.5 ആ ഷീറ്റ് കയറ്റി വെച്ചിട്ട് അത് ആ ഗ്യാപ്പിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തിട്ട് നമ്മളത് വലിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് പ്ലേ ഉണ്ടോ എന്ന് നോക്കണം. പ്ലേ ഇല്ലെങ്കിൽ ആ 0.5 വരുന്നതനുസരിച്ച് നമ്മളത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇൻലെറ്റും ചെയ്യണം, എക്സോസ്റ്റും ചെയ്യണം. പിന്നെ പഴയ മോഡലിലെ വണ്ടിയുടെയൊക്കെ ആണെങ്കിൽ നമ്മളത് ഒന്ന് കറക്കി വിട്ടിട്ട് ഒരു പ്രാവശ്യം ക്രാങ്ക് കറക്കി വിട്ടിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ പഴയ മോഡൽ വണ്ടിയൊക്കെ ടാപ്പറ്റ് സെറ്റാകാൻ കുറച്ച് പാട് വരും.